ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ജീവിയാണല്ലേ ഉറുമ്പുകൾ. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ഇതെല്ലാം നമുക്കൊരു ലൈഫിലെ മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം ഇന്നലെ ഒരു പോയം വായിക്കാൻ, മകൻ്റെ ബുക്കിൽ ഒരു പോയം വായിക്കാൻ ഇടയായി. അപ്പോൾ അതിലാണ് ഒരു ആൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പോയം കണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ചെറിയൊരു ജീവിയാണെങ്കിൽ പോലും അവരെന്താ ചെയ്യുന്നത്, കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഗോളിന് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരേ ഒരു ഗോളിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരു കൂട്ടായ ശ്രമത്തോട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു വഴി നമുക്കൊരു ബ്ലോക്ക് വരുമ്പോൾ ഒരിക്കലും അത് ഗീവ് അപ്പ് ചെയ്യല്ല, വിട്ട് കൊടുക്കല്ല ചെയ്യുക. അതിന് പകരം വേറൊരു വഴി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഓൾട്ടർനേറ്റീവ് വേ. അപ്പൊ നമുക്ക് ലൈഫിലൊക്കെ അങ്ങനെ തന്നെയാണല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പല തടസ്സങ്ങളും നമുക്ക് അതിന് മുന്നിൽ വരാം. നമ്മൾ പലപ്പോഴും ലൈഫിൽ തോറ്റു പോകുന്നത് ഇതുപോലെ തടസ്സങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ ഈ ഒരു തടസ്സം വരുമ്പോൾ വേറൊരു വഴി ഉണ്ടാവും എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേറൊരു വഴി തേടി പോകുന്നവരായിരിക്കണം നമ്മൾ. അപ്പോൾ ഉറുമ്പുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉറുമ്പുകളുടെ ലൈഫ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ വേറൊരു വഴി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജോലി ആണെങ്കിൽ പോലും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻകം മതി എന്ന് വിചാരിക്കാതെ വേറെ സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് നോക്കുന്ന ഒരുപാട് അവസരങ്ങൾ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. പലപ്പോഴും നമുക്ക് ഉറുമ്പുകളെ നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ കൊന്നു കളയാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അവരെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ വേറെ വഴി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേറെ കുറേ കൂട്ടം ഉറുമ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന ഒരേ ഒരു വാശിയോടെ പോകുന്ന ഒരു ജീവികളാണ് ഉറുമ്പ്. അപ്പോൾ നമ്മൾ ഞാൻ വായിച്ചിട്ടുള്ളൊരു കഥയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു കഥയുണ്ട്. അപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേ ആ ഒരു കഥയിൽ പറയുന്നത്, എ മാൻ cannot be defeated but can destroyed, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനെ തകർക്കാനായിട്ട് നമുക്ക് സാധിക്കും, ഒരിക്കലും നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കരുത്. പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നതാണ്, അന്ന് ഒരു ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാം എന്നൊക്കെ തോന്നല്ലേ. ജീവിക്കാനാണ് ബുദ്ധിമുട്ടല്ലേ, മരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോവാതെ ഇനിയും നമുക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് തരുന്ന ചെറിയ ജീവികൾ തന്നെയാണ് ഉറുമ്പുകൾ. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുക. പലപ്പോഴും പലതരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിലൊക്കെ നമുക്ക് പറ്റുന്ന നമ്മുടെ കഴിവുകൾ, നമുക്ക് തന്നിട്ടുള്ള ദൈവം തന്നിട്ടുള്ള ഒരുപാട് കഴിവുകൾ യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും കൺട്രോൾ യുവർ ഇമോഷൻസ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക. നല്ല രീതിയിൽ ലൈഫിൽ ജീവിക്കാനായിട്ട് ഉറുമ്പുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ.